അപ്പോൾ ഗവർണർക്ക് നേരിട്ട തിരിച്ചടി, ഹൈക്കോടതിയിൽ ഏറ്റ തിരിച്ചടിയിൽ ഒരു പ്രസ്താവനയിലൂടെ പാർട്ടി സെക്രട്ടറി പ്രതികരിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഒരു വരി അതിൽ കണ്ടില്ല. എന്തുകൊണ്ടായിരിക്കാം? സ്മൃതി, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ചർച്ചയിൽ വളരെ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം ഇക്കാര്യത്തിൽ പറഞ്ഞു. ജസ്റ്റിസ് സിയാദ് റഹ്മാൻ ഇന്ന് പറഞ്ഞ റിവിഷണൽ പെറ്റീഷനിലെ വിധിയിൽ ഒരിടത്തു പോലും തെളിവുകളുടെ അഭാവത്തിലാണ് സുധാകരനെയും രാജീവിനെയും കുറ്റവിമുക്തനാക്കുക എന്ന് പറഞ്ഞിട്ടില്ല. അത് സാങ്കേതികമായി മാത്രമാണ്. തമ്പാനൂർ പോലീസ് എടുത്തിട്ടുള്ളത് ചിരാൾ റെയിൽവേ പോലീസ് എടുത്തിട്ടുള്ള FIRനെ തുടർന്ന് രണ്ടാമതൊരു FIR എടുത്തു. അങ്ങനെ 2 FIRകൾ നിയമപരമായി നിലനിൽക്കില്ല എന്ന ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ സുവ്യക്തമായ എഴുതി വെക്കപ്പെട്ട നിയമത്തിന്റെയും അതോടൊപ്പം സുപ്രീം കോടതിയുടെ 2 വിധി പ്രസ്താവനത്തെ മുൻനിർത്തിയാണ്. എന്നാൽ ആ വിധിയിൽ തന്നെ പറയുന്നു, വിക്ടിമിന് EPക്കുള്ള വിചാരണയിൽ നേരിടേണ്ട അവകാശത്തെ സംബന്ധിച്ചും വളരെ സുവ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. തെളിവുകളില്ലാഞ്ഞിട്ടില്ല. തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ നടന്നിട്ടുള്ള ഗൂഢാലോചനയെ സംബന്ധിച്ച് വളരെ കൃത്യമായി തെളിവുകളുണ്ട്. ആ തെളിവുകളാണ്. മാത്രമല്ല, ഇതിലൊരു നിയമപ്രശ്നം ഉള്ളത് ഒരു ഡിസ്ചാർജ് പെറ്റീഷനിൽ പ്രതി ഹാജരാക്കുന്ന തെളിവുകൾ കൂടി പരിശോധിക്കാൻ പറ്റില്ല. പ്രോസിക്യൂഷൻ കൊടുത്തിട്ടുള്ള തെളിവുകളിൽ ആ പ്രോസിക്യൂഷൻ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയിൽ കൊടുത്തിട്ടുള്ള തെളിവുകൾ, ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു കുറ്റപത്രം അല്ലെങ്കിൽ ഒരു ചാർജ് ഷീറ്റ് തയ്യാറാക്കുന്നത്. ആ കോടതിയുടെ ചാർജ് തയ്യാറാക്കുന്നതിനെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് റിവിഷൻ കൊടുത്തിരിക്കുന്നത്. ആ റിവിഷന്റെ ഘട്ടത്തിലും പ്രതിയുടേതായിട്ടുള്ള തെളിവുകൾ പരിശോധിച്ചുകൊണ്ടാണ് ഈ വിധിന്യായം വന്നിട്ടുള്ളത്. നിയമത്തിൽ അത് നടാടെയാണ്. വളരെ അപൂർവമായ സാഹചര്യങ്ങളിലാണ് അത്തരത്തിൽ പ്രതി ഹാജരാക്കുന്ന തെളിവുകൾ പത്രം തയ്യാറാക്കുന്ന സമയത്ത് കോടതിയുടെ ചാർജ് ഫ്രെയിം ചെയ്യുന്ന ഘട്ടത്തിൽ പരിശോധിക്കാൻ പാടുള്ളൂ എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനിതര സാധാരണമായ ഒരു സാഹചര്യം ആണ് എന്ന് കണ്ട് രണ്ടാമതൊരു FIR ആണ് തമ്പാനൂർ പോലീസ് എടുത്തത് എന്നുള്ളത് കൊണ്ടാണ് ആ കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടുള്ളത്. തെളിവുകളുടെ അഭാവം എന്ന് പറയുന്നത് വിചാരണ നടത്തി സാക്ഷിമൊഴികളും തെളിവുകളും പരിശോധിച്ചതിന് ശേഷം ഇത് അപര്യാപ്തമാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോഴാണ് തെളിവുകളുടെ അഭാവത്തിൽ ഒരു പ്രതിയെ അല്ലെങ്കിൽ ഒരു കുറ്റാരോപിതനെ വെറുതെ വിടുന്നത്. ഇത് നിയമത്തിലുള്ള ഒരു പ്രശ്നമാണ്. എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ തെളിവുകളുടെ അഭാവത്തിൽ സുധാകരൻ കുറ്റവിമുക്തനായി എന്നുള്ളതാണ്. നേരത്തെ ശ്രീകുമാർ പറഞ്ഞ ഒരു വിഷയം, മോൻസൺ മാവുങ്കലിന്റെ കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകന് സുധാകരൻ 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഒരു മുതിർന്ന അഭിഭാഷകനെ കൊണ്ട് ഒരു വക്കീൽ നോട്ടീസ് അയപ്പിച്ചിട്ടുണ്ട്. ആ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മറുപടി പോലും കൊടുത്തിട്ടില്ല. മാനനഷ്ടത്തിന് മറുപടി കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് പാർട്ട്ലി അഡ്മിഷൻ കൂടിയാണ്. ആ മാധ്യമ പ്രവർത്തകന്റെ കയ്യിൽ ആ കേസിലെ വിലപ്പെട്ട തെളിവുകൾ ഉണ്ട് എന്ന് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടാണ് സുധാകരൻ ആ കേസ് 1 കൊല്ലം കഴിഞ്ഞിട്ടും കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യാനുള്ള ധൈര്യം പോലും കാണിക്കാതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ വെള്ളപൂശാൻ നോക്കുന്ന സുധാകരൻ നാൽപ്പാടി വാസു വധക്കേസിൽ വെക്കട വെടി എന്ന് പറഞ്ഞു ആക്രോശിച്ചുകൊണ്ട് ഗൺമാനെ കൊണ്ട് വെടിവെപ്പിച്ചു എന്ന് കൃത്യമായി FIRലുണ്ട്. അങ്ങനെ ഒരു FIR മട്ടന്നൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, കണ്ണൂർ പോലീസിന്റെ ക്രൈം ഹിസ്റ്ററി ചാർട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ അക്രമ രാഷ്ട്രീയത്തിന് തുടക്കം കുറിച്ചതും അതിന് സാങ്കേതികമായി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാളാണ് ഈ സുധാകരൻ എന്ന് പറയുന്നത്. കണ്ണൂർ രാഷ്ട്രീയത്തിൽ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടല്ലോ ശ്രീ BN ഹസ്കർ, അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടല്ലോ. അന്ന് MVRന് നേരെ നടന്ന ആക്രമണത്തിന്റെ ശ്രമങ്ങളും പിന്നെ കൂത്തുപറമ്പ് വെടിവെപ്പും ഒക്കെ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പുറത്തുമുണ്ട് ഇപ്പുറത്തുമുണ്ട്. ആ എണ്ണം എടുത്തു കഴിഞ്ഞാൽ എണ്ണത്തിൽ ആരെന്ന മത്സരത്തിൽ ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. സുധാകരനെതിരായ എല്ലാ നിയമ നടപടികളും ഒഴിവാക്കിയിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുകയാണല്ലോ ശ്രീ BN ഹസ്കർ. സുധാകരനെതിരായ എല്ലാ നിയമ നടപടികളും ഒഴിവാക്കിയിരിക്കുന്നു ഹൈക്കോടതി എല്ലാ നിയമ നടപടികളും ഒഴിവാക്കി അദ്ദേഹത്തെ കുറ്റമുക്തരാക്കി എന്നാണല്ലോ. എങ്ങനെ വന്നാലും സാങ്കേതികത തന്നെയാണല്ലോ, കോടതിക്ക് സാങ്കേതികത തന്നെയാണ്, കോടതിക്ക് മുന്നിൽ തെളിവുകൾ തന്നെയാണ്. ശ്രീ BN ഹസ്കർ, ഞാൻ ചോദിക്കുന്നത് താങ്കൾ ഇത്രത്തോളം അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പാർട്ടിയിൽ നിന്നും ഔദ്യോഗികമായ ഒരു വിശദീകരണം, ഒരു പ്രതികരണം വരാത്തത്? ഇതിൽ അപ്പീൽ പോകുമെന്നോ? ഇത്ര വർഷമായുള്ള പോരാട്ടമാണല്ലോ, 1-2 വർഷമല്ലല്ലോ. കേരളത്തിലെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ, പാർട്ടി അനുഭാവികൾക്കിടയിൽ, പാർട്ടിയുടെ അംഗങ്ങൾക്കിടയിൽ വലിയൊരു സ്ഥാനമുള്ള മനുഷ്യനാണ്.
അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷി കൂടിയാണ്. സ്വാഭാവികമായി ഇപിക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു വേദനയുണ്ടായാൽ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന പാർട്ടി പ്രവർത്തകർക്ക് അത് താങ്ങാനാവില്ല. മാത്രമല്ല, പാർട്ടി എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു സ്റ്റാൻഡ് പറയുന്നില്ല, പാർട്ടി സെക്രട്ടറി ഒരു പ്രസ്താവന നടത്തുന്നില്ല എന്നുള്ളതല്ല ഇതിന്റെ സാങ്കേതികമായ പ്രശ്നം. ഇതിലൊരു സങ്കീർണമായ നിയമപ്രശ്നമുണ്ട്. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ആ സങ്കീർണ നിയമപ്രശ്നം അവതരിപ്പിക്കുക തന്നെ ചെയ്യും. അതിനാവശ്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിനോട് EP ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 2, അദ്ദേഹം സ്വന്തം നിലയിലും സുപ്രീം കോടതിയിൽ ഈ കേസിന് പോകും എന്നും അദ്ദേഹം പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും പറഞ്ഞു കഴിഞ്ഞിട്ട് പാർട്ടിയുടെ സെക്രട്ടറി ഇക്കാര്യത്തിൽ ഒന്നും പറഞ്ഞില്ല, പാർട്ടി ആരെയും അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ വന്നില്ല എന്നുള്ളത് ഇത് നിയമപരമായ നടപടിയാണ്. 1995 മുതൽ നടത്തുന്ന ഒരു നിയമ നടപടികളിൽ പാർട്ടി സെക്രട്ടറി അങ്ങനെ ഇനി ഞങ്ങൾ കേസ് കൊടുക്കാൻ പോകുന്നു എന്ന് പറയേണ്ട ആവശ്യകതയില്ല. പാർട്ടിയുടെ അനുമതിയോടുകൂടിയാണ് 1997 EP മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകുകയും ആ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് തമ്പാനൂർ പോലീസ് കേസെടുത്തിട്ടുള്ളത്. പാർട്ടി അനുമതിയില്ലാതെ അങ്ങനെ EP പോലെ ഒരു പാർട്ടിയുടെ മുതിർന്ന നേതാവിന്, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് അങ്ങനെ ഒരു കേസ് കൊടുക്കാനാവോ? പാർട്ടിയുടെ അനുമതി മേടിച്ചിട്ടില്ലേ? അപ്പൊ അതുകൊണ്ട് പാർട്ടി അനുമതി നൽകിയില്ല, പാർട്ടി അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ ഘട്ടത്തിൽ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പാർട്ടിയിൽ നിന്ന് ഒരു പ്രതികരണം കൂടി വരാത്തത് ഒരു ചോദ്യം തന്നെയാണ് ശ്രീ BN ഹസ്കർ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.